സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ അടുത്ത് കാർ വാഷിന് പോയിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, ഇവിടെ ഖത്തർ മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു GCC കൺട്രീസ് എല്ലാ GCC കൺട്രീസിലും എവറി ഇയർ നമുക്ക് വണ്ടികൾക്ക് ഇൻസ്പെക്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിന് മുന്നേ നമ്മൾ കാറിനുള്ള മെയിൻ്റനൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യണം, ഫുൾ ക്ലീൻ ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഇൻസ്പെക്ഷൻ പാസ്സാവില്ല. സോ അപ്പോൾ അതിന് മുന്നേ നമ്മൾ യൂഷ്വൽ വാഷല്ല ചെയ്യുക, ഡീപ്പ് ക്ലീനിങ്ങാണ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടി വന്നേക്കുവാണ്. സോ ഞാനപ്പം എൻ്റെ കൂടെ കമ്പനിക്ക് വന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 1.5 മണിക്കൂർ സമയം പോകുന്ന പരിപാടിയാണ്. ഇപ്രാവശ്യം ഞങ്ങൾ പോയപ്പം അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഫൈനലി ഞങ്ങൾക്ക് കിട്ടി. നമ്മൾ കാർ വാഷ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അവിടെ പറഞ്ഞു കൊടുക്കുന്നതാണ്. എന്തെങ്കിലും കംപ്ലയിൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പറയണം. വാഷിങ്ങും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ ഫസ്റ്റ് നോക്കുമെന്ന്. പിന്നെ തൊട്ടടുത്ത് തന്നെ റൈറ്റ് സൈഡിൽ കാണുന്നത് തന്നെ നമുക്ക് ഈ വെഹിക്കിളുടെയൊക്കെ അക്സസറീസൊക്കെ കിട്ടുന്ന ഷോപ്പാണ്. അങ്ങനെ ഞങ്ങളുടെ വണ്ടീനെ മേലോട്ട് ഉയർത്തി. അപ്പം കുറച്ച് ടൈം എടുക്കും ഈ വാഷ്. ഡീപ്പ് വാഷാണ് ചെയ്യുക. ഇവിടെ നിന്ന് തന്നെ നമുക്ക് എന്തെങ്കിലും മേടിക്കാനുണ്ടെങ്കിൽ മേടിക്കാം. അപ്പോൾ അവർ പറയുന്നതനുസരിച്ച് നമ്മൾ ഇവിടെ തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാം ഒറ്റ ഒരു ഏരിയയിൽ നമുക്ക് അവൈലബിൾ ആണ്. സോ ഇത് പെട്രോൾ പമ്പിനോട് ചേർന്നിട്ടാണ്. ബാക്ക് സൈഡിൽ കാണുന്നതാണ് പെട്രോൾ പമ്പ്. അപ്പം ഞങ്ങളങ്ങനെ അവിടെ വെയിറ്റ് ചെയ്ത് ക്ഷീണിച്ചിട്ട് ഞങ്ങളവിടെ ഇരിപ്പായി. ഞങ്ങൾ ഓപ്പോസിറ്റ് കാണുന്നതാണ് ഞങ്ങളുടെ വണ്ടി. സോ അങ്ങനെ കുറച്ച് ടൈം എടുത്തു. പിന്നെ അവിടെ തന്നെ നമുക്ക് ടീ സ്നാക്സിനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. സോ ലാസ്റ്റ് എന്തൊക്കെയോ ഒരു അവിടുത്തെ, പിന്നെ അവർ 2-3 മലയാളീസ് ഉണ്ട്. അപ്പം നമുക്കും ഹെൽപ്ഫുള്ളാണ് അവരൊക്കെ. സോ അങ്ങനെ ഫൈനലി കാർ വാഷ് കഴിഞ്ഞു. ഇനി അവിടെ നമ്മൾ നേരെ ഇറങ്ങി കാർ വാക്യൂമിൻ്റെ അവിടെയാണ് പോണത്. ഇപ്പോൾ അതാ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യുന്നതാണ്. സോ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ടീ ഷോപ്സൊക്കെ, പെട്രോൾ പമ്പിനോട് ചേർന്നിട്ട് തന്നെ കേട്ടോ. സോ ഫൈനലി ഇതെല്ലാം കഴിഞ്ഞു. ടാറ്റാ.